നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ ചിങ്ങൻ രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ദേവഗുരുവായ വ്യാഴം 2026 ജൂൺ 2 കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. ഈ സമയത്ത് വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലായിരിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വരുന്നത് അവരുടെ 12ാം ഭാവത്തിലേക്കാണ്. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള ഗുണങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ഇതുവരെ നിന്നിരുന്ന 11ാം ഭാവത്തിൽ നിന്ന് 12ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ജാതകത്തിലെ 12ാം ഭാവം പ്രധാനമായും ചെലവുകളെയാണ് കുറിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പണമോ ഊർജമോ നഷ്ടമാകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 12ാം ഭാവം പ്രധാനമായും ചെലവുകളെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇത് വെറുതെ പണം നഷ്ടപ്പെടുന്നതിനെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. അനാവശ്യ ചെലവുകൾക്കൊപ്പം തന്നെ ശുഭകാര്യങ്ങൾക്കായി, ഉദാഹരണത്തിന് വീട് നിർമ്മാണം, മക്കളുടെ വിവാഹം, പുണ്യയാത്രകൾ, ആധ്യാത്മിക കാര്യങ്ങൾ തുടങ്ങിയവയ്ക്കായി പണം ചിലവാക്കുന്നതും ഈ ഭാവത്തിന്റെ ഫലമായി വരാം. ഗുരു ഒരു ശുഭഗ്രഹമായതിനാൽ തന്നെ ചിലവുകൾ പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. നിങ്ങളുടെ ജന്മദേശത്ത് നിന്ന് അകലെയുള്ള സ്ഥലങ്ങളെയാണ് 12ാം ഭാവം പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കോ അവിടെ പഠിക്കാൻ പോകാൻ തയ്യാറെടുക്കുന്നവർക്കോ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകിയേക്കാം. വിദേശ കമ്പനികളുമായുള്ള ബിസിനസ് ഇടപാടുകൾക്കും ഇത് നല്ല സമയമാണ്. ഭൗതിക സുഖങ്ങളെക്കാൾ ആത്മീയമായ ഉന്നതിക്ക് 12ാം ഭാവം പ്രാധാന്യം നൽകുന്നു. മനഃശാന്തി തേടുക, ധ്യാനം, യോഗ എന്നിവയിൽ താല്പര്യം കൂടുക, ജീവിതത്തിന്റെ അർത്ഥമന്വേഷിക്കുക തുടങ്ങിയ ചിന്തകൾ ഈ സമയത്ത് വർദ്ധിക്കും. 12ാം ഭാവം ആശുപത്രിവാസത്തെയോ വിശ്രമത്തെയോ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു സമയം ഏകാന്തമായി ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമെന്നോ ഇതർത്ഥമാക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഒരു മനസ്സ് ഈ സമയത്തുണ്ടാകും. പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന സഹായങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ 12ാം ഭാവത്തെ ബലപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് 11 അഥവാ നേട്ടങ്ങളുടെ ഭാവത്ത് നിന്നും 12 അഥവാ ചിലവുകളുടെ ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ലഭിച്ച നേട്ടങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും ആത്മീയമായി വളരാനുമുള്ള ഒരു അവസരമാണ് കൈവരുന്നത്. വിദ്യാർത്ഥികളെയും വിദേശയാത്ര ആഗ്രഹിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റം എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന് നോക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് 12ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾക്ക് ശക്തി നൽകും. ഇത് കേവലം യാത്രകൾ മാത്രമല്ല, വിദേശത്തുള്ളവരുമായി പുതിയ ബിസിനസ് ബന്ധങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനോ ഉള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. ജ്യോതിഷത്തിൽ ഓരോ ഭാവത്തിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. 5ാം ഭാവം ബുദ്ധി, വിദ്യ, സർഗാത്മകത എന്നിവയെ സൂചിപ്പിക്കുന്നു. 12ാം ഭാവം വിദേശ രാജ്യം, ദൂരയാത്രകൾ, താമസ സ്ഥലത്തു നിന്നുള്ള മാറ്റം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇവ തമ്മിൽ ബന്ധം വരുമ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസം സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലോ വിദേശത്തോ ആകാൻ ശക്തമായ സാധ്യതയുണ്ട്. ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 2 ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. അഡ്മിഷൻ ലഭിക്കുവാനുള്ള തടസ്സങ്ങൾ നീങ്ങാനും സ്കോളർഷിപ്പുകൾ ലഭിക്കാനും ഈ ഗ്രഹനില സഹായിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2026 ജൂൺ 2 ദേവഗുരുവായ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഗ്രഹമാറ്റം നടക്കുന്നത് മുതൽ ചിങ്ങം രാശിക്കാർക്ക് നേരത്തെ പറഞ്ഞ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. സ്വന്തം നാട് വിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കണമെന്ന ആഗ്രഹം നടപ്പിലാക്കാൻ പറ്റിയ മികച്ച അവസരമാണിത്. ചുരുക്കത്തിൽ പഠനകാര്യങ്ങളിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്ന ചിങ്ങൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഒരു വഴിത്തിരിവായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകത്തെ അറിയാനും ഈ കാലയളവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ദൈവചിന്തകളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ജ്യോതിഷത്തിൽ ഗുരു അഥവാ വ്യാഴം വിദ്യയുടെയും ബുദ്ധിയുടെയും ആത്മീയതയുടെയും ഗ്രഹമാണ്. 12ാം ഭാവം എന്നത് മോക്ഷഭാവം അഥവാ ഭൗതിക ലോകത്ത് നിന്നുള്ള മോചനത്തിന്റെ ഭാവമാണ്.
ആത്മീയതയുടെ ഗ്രഹം മോക്ഷത്തിന്റെ ഭാവത്തിലെത്തുമ്പോൾ വ്യക്തിക്ക് ഭൗതിക സുഖങ്ങളെക്കാൾ കൂടുതൽ മനഃശാന്തിയും ഈശ്വരചിന്തയും ലഭിക്കുന്നു. 12ാം ഭാവം ദൂരയാത്രകളെ സൂചിപ്പിക്കുന്നു. ഗുരുവിന്റെ സ്വാധീനം അവിടെയുള്ളപ്പോൾ ആ യാത്രകൾ വെറും ഉല്ലാസയാത്രകളായിരിക്കില്ല, മറിച്ച് മനസ്സിന് ഉന്മേഷം നൽകുന്ന തീർത്ഥയാത്രകളായിരിക്കും. പുണ്യക്ഷേത്രങ്ങളോ മറ്റ് ആധ്യാത്മിക ക്ഷേത്രങ്ങളോ സന്ദർശിക്കാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിച്ചേക്കാം. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നത് വലിയ ആശ്വാസം നൽകും. ഈ സമയത്ത് നിങ്ങൾ യോഗ, ധ്യാനം എന്നിവയിൽ താല്പര്യം കാണിക്കാൻ സാധ്യതയുണ്ട്. പതിവായി ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആത്മീയത വർദ്ധിക്കുന്നതിനൊപ്പം മറ്റുള്ളവരോടുള്ള കരുണയും വർദ്ധിക്കും. പാവപ്പെട്ടവരെ സഹായിക്കാനും അഗതിമ നിരകളിലോ ക്ഷേത്രങ്ങളിലോ ദാനങ്ങൾ നൽകാനും ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നും. ഇത്തരം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ വലിയ മനസ്സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. 12ാം ഭാവം ഏകാന്തതയെയും സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ ജനക്കൂട്ടങ്ങളിൽ നിന്ന് മാറി കുറച്ചു സമയം ശാന്തമായിരിക്കാനും സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും നിങ്ങൾ ആഗ്രഹിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വലിയ രീതിയിൽ സഹായിക്കും. ചുരുക്കത്തിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഈ 4-5 മാസങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ലൗകികമായ തർക്കങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും മാറി നിൽക്കാൻ ഈശ്വരചിന്ത നിങ്ങളെ സഹായിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകത്തിൽ വിപരീത രാജയോഗം എന്നൊരു ഭാഗ്യകരമായ മാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷത്തിലെ വളരെ സവിശേഷമായ ഒരു അവസ്ഥയാണിത്. സാധാരണയായി ജ്യോതിഷത്തിൽ 6, 8, 12 എന്നീ ഭാവങ്ങൾ അത്ര നല്ലതല്ലെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഈ ഭാവങ്ങളുടെ അധിപന്മാർ പരസ്പരം മാറി നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് 8ാം ഭാവത്തിന്റെ അധിപൻ 12ൽ വരുന്നത് വിപരീത രാജയോഗം എന്ന പ്രത്യേക അവസ്ഥയുണ്ടാക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിപരീത സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഭാഗ്യമാണിത്. 8ാം ഭാവം തടസ്സങ്ങളെയും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെയും സൂചിപ്പിക്കുന്നു. 12ാം ഭാവം ചെലവുകളെയും നഷ്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇവ രണ്ടും ഗുരുവിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ നിലവിലുള്ള വലിയ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കോടതി കേസുകൾ തുടങ്ങിയവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ഒരു വലിയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെയായിരിക്കും ഈ അനുഭവം. ഒരു വഴി പോലുമില്ലെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് രക്ഷപ്പെടുവാനുള്ള ഒരു ചെറിയ അവസരം തെളിഞ്ഞു വരുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹമായി കാണാം. വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ, അതായത് ഏറ്റവും ശക്തിയുള്ള അവസ്ഥയിൽ, ഈ സഹായം വളരെ ശക്തമായിരിക്കും. ഒരത്ഭുതം പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. വിപരീത രാജയോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ തനിയെ പരാജയപ്പെടുമെന്നതാണ്. നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ വരുന്ന സാഹചര്യങ്ങൾ പോലും ഒടുവിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറും. കഴിഞ്ഞ കുറച്ചു കാലമായി മാനസികമായി തളർന്നിരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് പുതിയൊരു ഉന്മേഷവും ആത്മവിശ്വാസവും ലഭിക്കും. പരാജയപ്പെടുമെന്ന് കരുതിയ കാര്യങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ചുരുക്കത്തിൽ പ്രതിസന്ധികൾ പാഠമായി വരികയും ആ പാഠത്തിലൂടെ നിങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് ഉയരുകയും ചെയ്യുന്ന സമയമാണിത്. ഒരു പ്രശ്നം വരുമ്പോൾ ഭയപ്പെടാതെ വ്യാഴം നിങ്ങൾക്ക് തുണയായുണ്ട് എന്ന വിശ്വാസം മുറുകെ പിടിക്കുക. ഗുരുവിന്റെ നോട്ടത്തിന് അഥവാ ദൃഷ്ടിക്ക് ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഗുരുവിന് 5, 7, 9 എന്നിങ്ങനെ 3 രീതിയിലുള്ള ദൃഷ്ടികളാണുള്ളത്. വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിൽ പതിക്കുന്നു. ജ്യോതിഷത്തിൽ 4ാം ഭാവം എന്നത് നമ്മുടെ അമ്മ, വീട്, വാഹനം, മാനസിക സമാധാനം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഗുരു ഇവിടേക്ക് നോക്കുമ്പോൾ ഏറെക്കാലമായി വീട് പണിയാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സൗകര്യപ്രദമായ ഒരു വാഹനം സ്വന്തമാക്കാൻ യോഗമുണ്ടാകും. അമ്മയുടെ ആരോഗ്യത്തിലും കുടുംബത്തിലെ പൊതുവായ സമാധാനത്തിലും വലിയ പുരോഗതിയുണ്ടാകും. വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ 6ാം ഭാവത്തിൽ പതിക്കുന്നു. 6ാം ഭാവം എന്നത് കടം, രോഗം, ശത്രുക്കൾ എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത്. വ്യാഴത്തിന്റെ നോട്ടം ഇവിടെ പതിക്കുമ്പോൾ പരീക്ഷകളിലോ ഔദ്യോഗിക രംഗത്തോ ഉള്ള മത്സരങ്ങളിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ തളർത്താൻ ശത്രുക്കൾ ശ്രമിച്ചേക്കാം. എന്നാൽ ഗുരുവിന്റെ ദൃഷ്ടിയുള്ളതിനാൽ അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടും.
നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാനും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാനും സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ 9ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ 8ാം ഭാവത്തിൽ പതിക്കുന്നു. 8ാം ഭാവം എന്നത് രഹസ്യങ്ങൾ, പാരമ്പര്യ സ്വത്ത്, നിഗൂഢശാസ്ത്രങ്ങൾ, ഗവേഷണം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഗുരുവിന്റെ ഏറ്റവും ശക്തമായ നോട്ടം ഇവിടെയുള്ളപ്പോൾ PhD ചെയ്യുന്നവർക്കോ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ പുതിയ അറിവുകൾ ലഭിക്കും. ജ്യോതിഷം, മന്ത്രശാസ്ത്രം, മറ്റ് നിഗൂഢ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയം ഏറ്റവും മികച്ചതാണ്. ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇൻഷുറൻസ് തുകയോ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തോ അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തും. ചുരുക്കത്തിൽ ഗുരുവിന്റെ ഈ 3 ദൃഷ്ടികളും നിങ്ങളുടെ ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും പ്രതിസന്ധികളെ മറികടക്കാനും ആത്മീയമായും ഭൗതികമായും ഉയരാനും സഹായിക്കും. ആദ്യം പറഞ്ഞ ചെലവുകളുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വിവാഹം അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾക്കായി ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ചിലവാകാൻ സാധ്യതയുണ്ട്. 12ാം ഭാവം വ്യയഭാവമായതിനാൽ ദേവഗുരുവായ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ആ ചെലവുകൾ മിക്കവാറും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. കുടുംബത്തിലൊരു വിവാഹം നടക്കുകയോ പുതിയ വീടിന്റെ പാല് കാച്ചൽ നിശ്ചയിക്കുകയോ ചെയ്തേക്കാം. ഇതിനായി വലിയൊരു തുക തന്നെ ചെലവാക്കേണ്ടി വരും. വലിയ പൂജകൾ നടത്തുന്നതിനോ ക്ഷേത്ര നിർമ്മാണത്തിന് സഹായിക്കുന്നതിനോ നിങ്ങൾ പണം വിനിയോഗിക്കും. ഈ ചിലവുകൾ നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തിയും ഭാവിയിൽ വലിയ പുണ്യവും നൽകുന്നവയാണ്. നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ പോലും പണം ധാരാളമായി ചെലവാകാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകൂട്ടി ഒരു പ്ലാനിംഗ് നടത്തുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി പുണ്യപ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുക. ചുരുക്കത്തിൽ പണം ചിലവാകുന്നത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം അത് ശുഭകരമായ കാര്യങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനും വേണ്ടിയായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനുമായി ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് സൂര്യസ്തോത്രം 108 തവണ ജപിക്കുന്നത് സൂര്യന്റെ ഊർജം നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കാൻ സഹായിക്കും. ഇത് ചിങ്ങൻ രാശിക്കാർക്ക് ഭരണപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനും അംഗീകാരങ്ങൾ ലഭിക്കാനും ഗുണകരമാണ്. ഏതൊരു ഗ്രഹദോഷത്തെയും മറികടക്കാൻ ശിവഭജനം സഹായിക്കും. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ചിങ്ങൻ രാശിക്കാരുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകാനും സഹായിക്കും. ചിങ്ങൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.